ഇന്നിപ്പോൾ ഒരു അച്ഛൻ്റെ കഥയാണ് പറയുന്നത്. അച്ഛനാണെങ്കിലോ പരമവിഡ്ഢി. അതിനേക്കാളും വിഡ്ഢിയായ ഭാര്യ. ഒരിടത്ത് മഹാവിഡ്ഢിയായ ഒരു തച്ചനും അവന് ചേരുന്ന ഒരു ഭാര്യ ഉണ്ടായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് തച്ചന് സംശയം തോന്നി. അത് തീർക്കുന്നതിന് അയാൾ ഒരു ഉപായം കണ്ടെത്തി. ഭാര്യയോട് പറഞ്ഞു, എനിക്ക് രാജാവിൻ്റെ കൽപ്പന പ്രകാരം കുറച്ച് ദിവസത്തേക്ക് ദൂരെ ഒരിക്കൽ പോയി പണിയെടുക്കേണ്ടി വന്നിരിക്കുന്നു. രാത്രിക്കിടയിൽ ഭക്ഷിക്കാൻ എനിക്കൊരു പൊതിച്ചോറ് കെട്ടിത്തരണം കേട്ടോ. അവൾ അപ്രകാരം ചെയ്തു. യാത്ര പോകുന്ന മട്ടിൽ പുറപ്പെട്ട തച്ചൻ തൻ്റെ ഒരു ശിഷ്യനെയും കൂട്ടി സന്ധ്യയോടെ മടങ്ങി വന്ന് ഭാര്യ കാണാതെ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. ഭർത്താവില്ലാത്ത തക്കമാണല്ലോ എന്ന് കരുതി തച്ചൻ്റെ ഭാര്യ തൻ്റെ ജാരനെ വരുത്തി രാത്രി ആ കട്ടിലിൽ കിടന്ന് രമിക്കുന്നതിനിടയിൽ ഭർത്താവ് കട്ടിലിനടിയിലുണ്ടെന്ന് അവളും ജാരനും മനസ്സിലാക്കി. ജാരൻ അവളോട് ചോദിച്ചു, നിനക്ക് എന്നോടാണോ ഭർത്താവിനോടാണോ കൂടുതൽ സ്നേഹം എന്ന് ചോദിച്ചു. ചോദ്യത്തിന്റെ ഉന്നം മനസ്സിലാക്കി അവൾ പറഞ്ഞു, എനിക്കെന്റെ ഭർത്താവ് ഈശ്വര തുല്യനാണ്. ജീവന് തുല്യം ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ ഇപ്പോൾ സ്വീകരിച്ചത് വെറും ഒരു നേരം പോക്കിന് മാത്രം. ഇത് കേട്ട് മൂഢനായ തച്ചന് സന്തോഷവും അഭിമാനവും തോന്നി. അയാൾ ശിഷ്യനോട് പിറുപിറുത്തു, കേട്ടില്ലേ അവൾക്ക് എന്നോട് എത്രമാത്രം സ്നേഹമാണെന്ന്. ഇതാണ് വിഡ്ഢികളുടെ സ്വഭാവം. അതുപോലെ ചിരഞ്ജീവിയുടെ ചാടുവാക്കുകൾ കേട്ട് അങ്ങ് വിഡ്ഢിയാകല്ലേ, ഇവനെ ഒഴിവാക്കുക തന്നെ വേണം. രക്താക്ഷന്റെ ഈ അഭിപ്രായം കേട്ട് മൂങ്ങാരാജാവ് പറഞ്ഞു, ഇയാൾ നമുക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ടാണ് കാക്ക രാജാവിന്റെ അപ്രീതിക്ക് പാത്രമായത്. അയാളെ ഉപേക്ഷിക്കാമോ? അല്ലെങ്കിൽ തന്നെ നിസ്സഹായന ഇയാൾ ഒറ്റക്ക് നമ്മോട് എന്തു ചെയ്യാനാണ്? അങ്ങനെ രാജാവ് ചിരഞ്ജീവിയെ ആശ്വസിപ്പിക്കുകയും തൻ്റെ ഉറ്റ സജീവനായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ചിരഞ്ജീവി പറഞ്ഞു, എനിക്കിനി മരിക്കാനാണ് ആഗ്രഹം. അടുത്ത ജന്മത്തിൽ ഒരു മൂങ്ങയായി ജനിച്ച് അങ്ങയുടെ സേവകനാകാമല്ലോ. അത് കേട്ട് രക്താക്ഷൻ പറഞ്ഞു, ഇപ്പോൾ താങ്കൾ സുരക്ഷിതനും ഞങ്ങളുടെ രാജാവിന്റെ മിത്രവുമായി കഴിഞ്ഞില്ലേ. പിന്നെ മരിച്ചാലും അടുത്ത ജന്മം വീണ്ടും കാക്ക തന്നെ ആയാലോ. ഉദാഹരണമായി ഞാനൊരു കഥ പറയാം. ഇതാ കഥ. പണ്ട് 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 ഒരു മഹർഷിക്ക് പരുന്തിന്റെ കാലിൽ നിന്നും ഒരു എലിക്കുഞ്ഞു വീണ് കിട്ടി. അദ്ദേഹം തന്റെ തപശക്തിയാൽ അതിനെ സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയാക്കി. അവളെ അദ്ദേഹം സ്വന്തം മകളെ പോലെ സ്നേഹിച്ചു. ലോകത്തെ ഏറ്റവും പരാക്രമശാലിയായ ഒരാൾക്ക് അവളെ വിവാഹം ചെയ്തു കൊടുക്കൂ എന്നുറപ്പിച്ച് മഹർഷി സൂര്യഭഗവാനെ സമീപിച്ച് മകളെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സൂര്യൻ പറഞ്ഞു, ഞാനല്ലാട്ടോ ശക്തൻ, എന്നെ മറച്ചു കളയുന്ന മേഘമല്ലേ കൂടുതൽ ശക്തൻ. അത് കേട്ട് മുനി മേഘത്തെ സമീപിച്ചു. തന്നെ പറത്തിക്കൊണ്ടുപോകുന്ന കാറ്റാണ് കൂടുതൽ ഊറ്റക്കാരനെന്നായി മേഘം. കാറ്റിനെ സമീപിച്ചപ്പോഴോ, തന്നെ പോലും തടുത്തു നിർത്തുന്ന പർവ്വതമല്ലേ കൂടുതൽ ശക്തൻ എന്ന് കാറ്റും ചോദിച്ചു. പർവ്വതത്തെ കാണാൻ പോയി. പർവ്വതം എന്തു പറഞ്ഞു, തന്റെ താഴ്വാരങ്ങളോടും തുളച്ചു മാളമുണ്ടാക്കുന്ന മൂഷികനാണ് തന്നെക്കാളും ശക്തൻ എന്ന് പറഞ്ഞു പർവ്വതം. ഈ മൂഷികനെ സമീപിച്ചു മുനി. മൂഷികൻ സന്തോഷത്തോടെ സമ്മതിച്ചു. പക്ഷേ ഈ സുന്ദരിയായ തരുണിക്ക് എങ്ങനെ തന്റെ മാളത്തെ കടക്കാനോ എന്ന് മൂഷികൻ ചോദിച്ചപ്പോൾ മുനി അവളെ വീണ്ടും മൂഷിക സ്ത്രീയാക്കി. മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീയായ കഥ നമ്മളൊക്കെ കേട്ട കഥയല്ലേ അത്. അവൾക്ക് പഴയ ജന്മം തന്നെ കൈവന്നു. അതുപോലെ ഹേ ചിരഞ്ജീവി, താങ്കൾക്ക് മൂങ്ങയാകാനുള്ള മോഹം വേണ്ട കേട്ടോ. രക്താക്ഷന്റെ സംസാരം കേട്ട് ചിരഞ്ജീവി തലകുനിച്ചു. ഏതായാലും രാജാവ് അവന് വേണ്ട സംരക്ഷണമെല്ലാം കൊടുത്തു. നല്ല പരിചരണവും ഭക്ഷണവും ഒക്കെ കിട്ടിയപ്പോൾ ചിരഞ്ജീവി ആരോഗ്യം വീണ്ടെടുത്ത് യുവാവിനെ പോലെ ഉന്മേഷവാനായി തീർന്നു. ഒരു ദിവസം ചിരഞ്ജീവി മൂങ്ങാ രാജാവിനോട് പറഞ്ഞു, കാക്ക രാജാവിനോടും അയാളുടെ പ്രജകളോടും പക വീട്ടാൻ കാലമായി. അങ്ങൊരു കാര്യം ചെയ്യണം. എല്ലാ കൂടുകളുടെയും അകവും പുറവും ഉണക്കപ്പുല്ലുകൾ കൊണ്ട് മൂടിവെക്കാൻ മൂങ്ങകൾക്ക് നിർദ്ദേശം കൊടുക്കണം. ഞാൻ കാക്ക രാജാവിനെ ചെന്ന് കണ്ട് ഈ വൃക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ ക്ഷണിക്കാം. അവർ വരുമ്പോൾ കൂടുകളിലൊന്നും മൂങ്ങകളില്ലെന്ന് കരുതി സുഖമായി രാത്രി ഉറങ്ങിക്കൊള്ളും. ആ തക്കത്തിന് സർവ്വ മൂങ്ങകളും കൂടി കാക്കകളെ മുഴുവൻ കൊന്നൊടുക്കണം. രാജാവിനെ നല്ലോണം ബോധിച്ചു കേട്ടോ ആശയം. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരം മൂങ്ങകളെ പുല്ലുകൾ കൊണ്ട് കൂടുകൾ മൂടിയിട്ട് അകത്ത് കയറിയിരുന്നു. അയ്യോ കഷ്ടം. ചിരഞ്ജീവി കാക്കരാജാവിനെ സമീപിച്ച് താൻ ഒരുക്കിയിരിക്കുന്ന കെണിയെക്കുറിച്ച് സംസാരിച്ചു. കാക്കകൾ ഓരോ തീക്കൊള്ളികളും കൊത്തിയെടുത്ത് മരത്തിലേക്ക് മടങ്ങി വന്നു. എല്ലാ കൂടുകൾക്കും അവർ തീക്കൊളുത്തി. രാജാവും മന്ത്രിമാരും ഉൾപ്പെടെ സർവ്വ മൂങ്ങകളും അങ്ങനെ നാമാവശേഷമായി. ചിരഞ്ജീവിയുടെ ബുദ്ധിശക്തിയെയും കൂറിനെയും രാജാവ് മേഘവർണ്ണൻ ഏറെ പ്രശംസിച്ചു. ഭൂമുഖൻ പറഞ്ഞ കഥ കേട്ട് നരവാഹനദത്തൻ സന്തോഷിച്ചു.
അപ്പോൾ താൻ മറ്റൊരു കഥ പറയാമെന്നായി ഗോമുഖൻ. ഇവർക്ക് കഥ പറഞ്ഞ തീരെയില്ല. 2 സഹോദരന്മാരെ. ഒരിടത്ത് ധനികനായ ഒരു പിതാവിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. പിതാവ് മരിച്ചപ്പോൾ മക്കൾ ഭാഗം വെച്ച് പിരിയാൻ തീരുമാനിച്ചു. മൂഢനായ അയൽക്കാരനോട് അവർ ഉപദേശം ചോദിച്ചു. അപ്പോൾ സർവ്വ വസ്തുക്കളും 2ആയി മുറിച്ച് ഭാഗം ചെയ്ത് കൊള്ളാനാണ് ബുദ്ധി പറഞ്ഞത്. വസ്തുക്കൾ അവർ 2ആയി തിരിച്ചു. പാത്രങ്ങളെല്ലാം പൊട്ടിച്ച് 2ആക്കി. പശുക്കളെ നടുവേ മുറിച്ചു. പിന്നെ ഒരു ദാസി ഉണ്ടായിരുന്നതിനെയും വെട്ടി 2 തുണ്ടമാക്കി. രാജഭടന്മാർ അവർ 2 പേരെയും പിടിച്ചു കഴിവിലേറ്റി. സ്വത്തുക്കൾ മുഴുവൻ കണ്ടുകെട്ടുകയും ചെയ്തു. മൂഢന്മാരുടെ ഉപദേശം കേൾക്കുന്ന മൂഢന്മാരുടെ അനുഭവം ഇതായിരിക്കും. അസംതൃപ്തിയാണ് മനുഷ്യൻ വിനയാകുന്നത്. അതിനുദാഹരണമായി ഞാനൊരു കഥ പറയാം. ഒരിടത്ത് കുറെ സന്യാസിമാർ വസിച്ചിരുന്നു കേട്ടോ. അന്നന്ന് ഭിക്ഷയെടുത്ത് കിട്ടുന്ന അല്പാഹാരം കഴിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. പക്ഷേ അത്രയെങ്കിലും കിട്ടുമല്ലോ എന്നതിൽ അവർ വളരെ സംതൃപ്തരും സന്തുഷ്ടരുമായിരുന്നു. അതുമാത്രമല്ല, അവർ നല്ല ആരോഗ്യവാന്മാരുമായിരുന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രഭുവിന് ഇത് കണ്ട് ആശ്ചര്യം തോന്നി. അയാളുടെ സംശയ നിവൃത്തി വരുത്താൻ മറ്റൊരാൾ ഒരു മാർഗം പറഞ്ഞു കൊടുത്തു. ആ സന്യാസിമാർക്ക് നിങ്ങൾ ഒരു ദിവസം വിഭവസമൃദ്ധമായ സദ്യ കൊടുത്തു നോക്കൂ, അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് നേരിൽ കാണാം എന്ന് പറഞ്ഞു. അപ്രകാരം ധനാഢ്യൻ എന്ത് ചെയ്തു? അവരെ വിളിച്ചു സ്വാദിഷ്ടവും വിഭവസമൃദ്ധമായ സദ്യ നൽകി. പിന്നീട് അവർക്ക് നേരത്തെ കഴിച്ചിരുന്ന ഭക്ഷണം സ്വീകാര്യമല്ലാതായി. അതിന് രുചിയില്ലെന്ന് തോന്നി. അതോടെ അവരുടെ മനസ്സിന്റെ തൃപ്തി നശിച്ചു. സൂത്രം. ആരോഗ്യവും ക്രമേണ ക്ഷയിച്ചു വന്നു. ഇതോടെ ആഹാരമല്ല, മനസ്സിന്റെ സന്തുഷ്ടിയാണ് ആരോഗ്യം പ്രദാനം ചെയ്യുന്നത് എന്ന് അവർക്ക് മനസ്സിലാവുകയും ചെയ്തു. അത്യാഗ്രഹത്തിന് വിധേയനായ ഒരുത്തന്റെ കഥ പറയാം. ബുദ്ധിഹീനനായ ഒരു യുവാവ് ഒരു ദിവസം വെള്ളം കുടിക്കുവാൻ വേണ്ടി ഒരു തടാക തീരത്ത് ചെന്നു. അവിടെയുള്ളൊരു വൃക്ഷക്കൊമ്പിൽ സ്വർണ്ണ നിറമുള്ളൊരു പക്ഷി ഇരിപ്പുണ്ടായിരുന്നു. അതിന്റെ പ്രതിബിംബം തടാകത്തിൽ കണ്ട് അവിടെ ഒരു സ്വർണ്ണക്കട്ടി കിടക്കുകയാണെന്ന് കരുതി അയാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി. വെള്ളം ഇളകിയപ്പോൾ പ്രതിബിംബവും കാണാതായി. അവൻ കരക്ക് കയറിയിരുന്നു. വെള്ളത്തിന്റെ ഇളക്കം നിൽച്ചപ്പോൾ വീണ്ടും സ്വർണ്ണ പ്രതിബിംബം കണ്ടു. ഉടനെ ചാടി ഇറങ്ങി. ഇങ്ങനെ വൈകുവോളം ശ്രമം തുടർന്നു. അപ്പോഴേക്കും അവനെ തേടിയെത്തിയ പിതാവ് കാര്യം മനസ്സിലാക്കി ആ പക്ഷി ഓടിച്ചു കളഞ്ഞു. അതോടെ തടാകത്തിൽ സ്വർണവും ഇല്ലാതായി. മകനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി അയാൾ കൂട്ടിക്കൊണ്ടുപോയി. മൂഢന്മാരുടെ സ്ഥിതി ഇതാണ് മഹാരാജൻ എന്ന് പറഞ്ഞു ഗോമുഖൻ കഥ അവസാനിപ്പിച്ചു. അടുത്ത ദിവസം പ്രഭാതത്തിൽ നരവാഹനദത്തൻ തന്റെ സുഹൃത്തായ ശക്തിയശസ്സിനോർത്ത് വിഷണ്ണനായിരിക്കുന്നത് കണ്ട് വത്സരാജാവ് വസന്തകനോട് എന്തെങ്കിലും അത്ഭുത കഥകൾ പറഞ്ഞ് രാജകുമാരനെ സന്തോഷിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അത് കേട്ട് വസന്തകൻ ഒരു കഥ പറയാൻ തുടങ്ങി. യശോധരനും ലക്ഷ്മീധരനും. പണ്ട് മാളവ രാജ്യത്ത് ശ്രീധരൻ എന്ന ബ്രാഹ്മണന് യശോധരൻ എന്നും ലക്ഷ്മീധരൻ എന്നും 2 ഇരട്ടപുത്രന്മാരുണ്ടായിരുന്നു. യൗവനത്തിലെത്തി അവർ പിതാവിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാസമ്പാദനത്തിനായി ദൂരെയുള്ള ഗുരുവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. കുറെ യാത്ര ചെയ്തപ്പോൾ അവർ വല്ലാതെ തളർന്നു. ഒടുവിൽ വൈകുന്നേരത്തോടെ ഒരു വലിയ വൃക്ഷം തണല് പരത്തി നിൽക്കുന്നത് കണ്ടു. അതിൽ ധാരാളം പഴങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്തതിനൊരു താമരക്കുളവും. അതിലിറങ്ങി കൈകാൽ മുഖം കഴുകി വൃക്ഷത്തിലെ പഴങ്ങളും ഭക്ഷിച്ചവർ ക്ഷീണമകറ്റി. രാത്രിയായപ്പോൾ വന്യമൃഗങ്ങളുടെ ആക്രമണം ഭയന്നവർ വൃക്ഷക്കൊമ്പിൽ കയറിയിരുന്നു. മരം കയറാൻ പറ്റി നന്നായി. അർദ്ധരാത്രിയായപ്പോൾ തടാകമധ്യത്തിൽ ഏതാനും ദിവ്യപുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവരൊരു സ്വർണ്ണക്കട്ടിൽ വൃക്ഷച്ചുവട്ടിൽ കൊണ്ടുവന്നിട്ടു. അതിൽ മെത്ത വിരിച്ച് പുഷ്പങ്ങൾ വിതറി. വിലപ്പെട്ട പാനീയങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഒരുക്കി വെച്ചു. അല്പം കഴിഞ്ഞ സമയത്തതാ തേജോമയനായ മറ്റൊരു പുരുഷൻ ആ തടാകമധ്യത്തിൽ നിന്ന് ഉയർന്നു വന്നു. വെള്ളത്തിൽ നേർന്നു വന്നു. അദ്ദേഹം അലങ്കരിച്ച കട്ടിൽ വന്നിരുന്ന ഉടനെ മറ്റെല്ലാവരും അപ്രത്യക്ഷരാകുകയും ചെയ്തു. ഉടനെ ആ ദിവ്യപുരുഷൻ തന്റെ വായിൽ നിന്നും അതിസുന്ദരിയായ തരുണിയെ പുറത്തെടുത്തു. പിന്നീട് രണ്ടാമതൊരുവളെ കൂടി പുറത്തെടുത്തു. ആദ്യം പുറത്തു വന്നവൾ ആദ്യ ഭാര്യയും മറ്റേവൾ 2ാമത്തെ ഭാര്യയും ആയിരുന്നു. വായിന്ന് ആദ്യ ഭാര്യ ഭക്ഷണ പാനീയങ്ങൾ വിളമ്പി എല്ലാവരും കഴിച്ചു. തുടർന്ന യുവാവും 2ാം ഭാര്യയും കട്ടിലിൽ കിടന്ന് അതിസുഖം ആസ്വദിച്ചു. ആദ്യ ഭാര്യയാകട്ടെ കാൽക്കലിരുന്ന് ഭർത്താവിന്റെ കാൽ തടവി കൊടുക്കുകയുമായിരുന്നു. ഭർത്താവ് വേഗം ഉറക്കമായി. ആ സമയം ഇവരാരെന്നറിയണമെന്ന് കരുതി വൃക്ഷക്കൊമ്പിലിരുന്ന
യശോധരനും ലക്ഷ്മീധരനും താഴെ ഇറങ്ങി. ഭർത്താവിനൊപ്പം ഉറങ്ങാതെ കിടക്കുകയായിരുന്ന രണ്ടാം ഭാര്യ എഴുന്നേറ്റ് വന്ന് യശോധരനെ സമീപിച്ച് കാമക്രീഡക്ക് ക്ഷണിച്ചു. അയ്യോ, അയാളത് നിഷേധിച്ചു. പരപുരുഷനെ മോഹിക്കുന്നത് പാപമാണെന്ന് ഉപദേശിച്ചു. എന്നാൽ താൻ ഇതിനു മുമ്പ് നൂറുകണക്കിന് പരപുരുഷന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവരോരോരുത്തരും തന്ന മോതിരങ്ങളാണ് തന്റെ ചേലത്തുമ്പിൽ കെട്ടിയിരിക്കുന്നതെന്നും പറഞ്ഞവൾ നൂറുകണക്കിന് മോതിരങ്ങൾ അയാളെ കാണിച്ചു. ഓഹോഹോ, ഏതായാലും താനിതിന് വഴങ്ങുകയില്ലെന്ന് യശോധരൻ തറപ്പിച്ച് പറഞ്ഞു. അപ്പോൾ കുപിതയായവൾ ഭർത്താവിനെ വിളിച്ചുണർത്തി യശോധരൻ തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചതായി പരാതിപ്പെട്ടു. ഉടനെ അയാൾ വാളുമെടുത്തവനെ കൊല്ലാൻ ഒരുങ്ങിയപ്പോൾ ആദ്യ ഭാര്യ അദ്ദേഹത്തെ തടഞ്ഞു. അരുത്, ബ്രഹ്മഹത്യാപാപം ചെയ്യരുത്. ആ യുവാവ് നിരപരാധിയാണ്. ഇവൾ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചപ്പോൾ പരസ്ത്രീ മാതാവിന് തുല്യമാണെന്ന് പറഞ്ഞൊഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഇവൾ ഇതിനു മുമ്പ് പല പുരുഷന്മാരോടൊപ്പം വീഴ്ച നടത്തിയിട്ടുണ്ട്. അവർ കൊടുത്ത മോതിരങ്ങൾ അവളുടെ ചേലത്തുമ്പിലുണ്ട്. ഇതുവരെ ഞാനൊന്നും പറയാതിരിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഒരു നിരപരാധി വധിക്കപ്പെടരുതല്ലോ എന്ന് കരുതി പറഞ്ഞതാണ് ഞാൻ. പതിവ്രതയായി ഞാൻ പറഞ്ഞത് അത്രയും സത്യമാണ്. എൻ്റെ പാതിവ്രത ശക്തി കാണണമെങ്കിൽ അതും കാട്ടിത്തരാം. അതാ ആ വൃക്ഷത്തെ നോക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു. ഇത് ആദ്യ ഭാര്യ എന്ന് പറഞ്ഞവൾ കോപാകുലമായ നേത്രങ്ങളോടെ അതിലേക്ക് നോക്കി. ഉടനെ ആ വൃക്ഷം കത്തിച്ചാമ്പലായി പോയിട്ടോ. സ്നേഹമസൃണമായ ദയാവായ്പോടെ ആ ചാരക്കൂനയിലേക്ക് അവൾ വീണ്ടും നോക്കിയപ്പോൾ ആ വൃക്ഷം പഴയപടി തളർത്തു നിന്നു. ഇത് കണ്ട് തന്റെ ആദ്യ ഭാര്യയുടെ പാതിവ്രത്യ ശക്തി ബോധ്യപ്പെട്ട ആ യുവാവ് അവളെ ആലിംഗനം ചെയ്തു. രണ്ടാം ഭാര്യയുടെ വസ്ത്രാഞ്ചലത്തിൽ നിന്ന് മോതിരങ്ങൾ അഴിച്ചെടുത്തിട്ട് അവരുടെ മൂക്കും മുലയും ഛേദിച്ചു ഓടിച്ചു വിട്ടു. പൊയ്ക്കോ പറഞ്ഞു. പിന്നീട് ആ ദിവ്യപുരുഷൻ യശോധരനോട് മാപ്പ് ചോദിച്ചു. സ്ത്രീകളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞാൻ ഇവരെ എൻ്റെ ഹൃദയത്തിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടും ആ കുലട എന്നെ വഞ്ചിച്ചില്ലേ. എന്നാൽ ഇവളാകട്ടെ പതിവ്രതാരത്നമായതുകൊണ്ട് ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ആ ദിവ്യപുരുഷൻ യശോധരന്റെയും ലക്ഷ്മീധരന്റെയും വിവരങ്ങൾ അന്വേഷിച്ചു. അവർ അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. തുടർന്ന് ആ ദിവ്യപുരുഷന്റെ കഥ അറിയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇപ്രകാരം പറയാൻ തുടങ്ങി. ഹിമവാന്റെ തെക്കേ ചരിവിൽ സ്വർഗസദൃശമായ കാശ്മീര ദേശത്ത് ഒരു ബ്രാഹ്മണ കുടുംബത്തിലായിരുന്നു എൻ്റെ മുജ്ജന്മം. എനിക്ക് 2 ഭാര്യമാരുണ്ടായിരുന്നു. ഭവശർമാവ് എന്നായിരുന്നു എൻ്റെ പേര്. അക്കാലത്ത് ചില ബുദ്ധഭിക്ഷുക്കളുടെ നിർദ്ദേശപ്രകാരം ഉപോഷണ വ്രതം ഞാൻ ശാസ്ത്രീയമായി പരിശീലിച്ചു കൊണ്ടിരുന്നു. വ്രതം കാലം കൂടാറായ സമയത്ത് എൻ്റെ ഭാര്യമാരിൽ ഒരുത്തി ഞാൻ അറിയാതെ രാത്രി എൻ്റെ ഒപ്പം ശയിച്ചു. ഉണ്ടോ, ഉറക്കത്തിനിടയിൽ വ്രതത്തെക്കുറിച്ച് മറന്ന് ഞാൻ അവളോടൊപ്പം രമിച്ചു. അതോടെ അതുവരെ ചെയ്തതെല്ലാം വൃഥാവിലായി. അക്കാരണത്താൽ ഞാൻ ഈ തടാകത്തിൽ ഒരു ജലപുരുഷനായി ഭവിക്കുകയാണ് ഉണ്ടായത്. പകലൊക്കെ ഒരു ജലജീവിയായി കഴിയും. രാത്രിയാകുമ്പോൾ എനിക്ക് മനുഷ്യരൂപം ലഭിക്കും. ഇപ്രകാരം ഇവിടെ ഒന്ന് ഭാര്യമാരോടൊപ്പം രമിക്കും. അന്ന് ആ വ്രതം പൂർണ്ണമായിരുന്നെങ്കിൽ എനിക്കിന്ന് ദേവലോകത്തിൽ സുഖമായി വസിക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടവളാണ് അന്ന് അതെല്ലാം തകർത്തത്. ഇത്രയും പറഞ്ഞിട്ട് അദ്ദേഹവും ഭാര്യയും കൂടെ ആ ബ്രാഹ്മണ യുവാക്കൾക്ക് ദിവ്യഭോജ്യ പാനീയങ്ങൾ സൽക്കരിച്ചു. അതിനുശേഷം പതിവ്രതാരത്നമായ ആദ്യ ഭാര്യ മുട്ടുകുത്തിന്ന് ചന്ദ്രനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു. ഹേ ലോകപാലകന്മാരെ, എൻ്റെ പാതിവ്രത്യ നിഷ്ഠ സത്യമാണെങ്കിൽ എൻ്റെ ഭർത്താവിന് സ്വർഗവാസം നൽകിയാലും. അപ്പോൾ ആകാശത്തുനിന്ന് തങ്ക വിമാനം അവിടെ എത്തി. ആ ദമ്പതികൾ അതിലേറെ സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തു. ഈ കാഴ്ച കണ്ട് അത്യന്തം അതിശയിച്ച ബ്രാഹ്മണ യുവാക്കൾ ശേഷം രാത്രി അവിടെ തന്നെ കടന്നുറങ്ങി. പിറ്റേന്ന് പുലർച്ചെ യാത്ര തുടർന്ന് അവർ അന്നും സായാഹ്നമായപ്പോൾ ഒരു വനപ്രദേശത്ത് തന്നെയാണ് എത്തിച്ചേർന്നത് കേട്ടോ. രാത്രിയായപ്പോൾ ഒരു വൃക്ഷത്തിന് മുകളിൽ അവർ അഭയം പ്രാപിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വൃക്ഷത്തിന് മുകളിൽ നിന്ന് ഒരു അശരീരി കേട്ടു. ഹേ ബ്രാഹ്മണ യുവാക്കളെ, ഇന്ന് രാത്രി ഞാൻ നിങ്ങൾക്ക് വിശിഷ്ട ഭോജ്യങ്ങൾ നൽകുന്നുണ്ട്. ഇതേ തുടർന്ന് പെട്ടെന്ന് വൃക്ഷച്ചുവട്ടിലായി വലിയൊരു തടാകവും അതിൻ്റെ കരയിൽ ഭക്ഷണ പദാർത്ഥങ്ങളും ദൃശ്യമായി. ആരെയും കണ്ടതുമില്ല. ഇതെന്തൊരത്ഭുതമെന്ന് ചിന്തിച്ചുകൊണ്ട് അവർ താഴെ ഇറങ്ങി വന്നു. കുളത്തിലിറങ്ങി നന്നായി ഒന്ന് കുളിച്ചു. പിന്നെ യഥേഷ്ട ഭക്ഷണ പാനീയങ്ങൾ അകത്താക്കി. ആ സമയം ഒരു പുരുഷൻ വൃക്ഷത്തിൽ നിന്ന് ഇറങ്ങി വന്നു. അവരിരുവരും ആ ദിവ്യപുരുഷനെ നമസ്കരിച്ചു. പിന്നീട് അദ്ദേഹം ആരാണെന്ന് ചോദിച്ചു. അതിന് മറുപടി ആ പുരുഷൻ ഇപ്രകാരം പറഞ്ഞു.
ഞാനൊരു ദരിദ്ര ബ്രാഹ്മണനായി ജനിച്ചു. പിന്നീട് ചില ബുദ്ധ ഭിക്ഷുക്കളുമായി സന്ധിക്കാനിടയായി. അവരുടെ ഉപദേശപ്രകാരം ഞാൻ ഉപോഷവ്രതം ആരംഭിച്ചു. ഉപവാസപ്രധാനമായ ആ വ്രതത്തിനൊടുവിൽ ഒരു ദുഷ്ടൻ എന്നെ കൊണ്ട് ബലാത്കാരം ഭക്ഷണം കഴിപ്പിച്ചു. വ്രതം പൂർത്തിയായെങ്കിൽ സ്വർഗത്തിലെത്താമായിരുന്നു. പകരം ഞാനിപ്പോൾ ഒരു യക്ഷനായി മാറിയിരിക്കുകയാണ്. നിങ്ങളുടെ വൃത്താന്തം പറയൂ. അപ്പോൾ യശോധരൻ സ്വന്തം വിവരങ്ങൾ പറഞ്ഞു. അത് കേട്ട് സർവവിദ്യകളും താൻ തന്നെ തരാമെന്ന് പറഞ്ഞ ആ യക്ഷൻ അല്പസമയം കൊണ്ട് ദിവ്യശക്തിയാൽ എല്ലാ വിദ്യകളും അവർക്ക് നൽകി. ഈ രണ്ട് സഹോദരങ്ങൾക്ക് കൊടുത്തു. പിന്നീട് ഇപ്രകാരം പറഞ്ഞു: ഇപ്പോൾ നിങ്ങൾക്ക് സകല വിദ്യകളും സ്വായത്തമായി കഴിഞ്ഞു കേട്ടോ. ഒരു ദക്ഷിണയെ നിങ്ങൾ ഒന്ന് ചെയ്യണം. വീട്ടിൽ മടങ്ങിയെത്തിയാൽ ഒരു ദിവസത്തെ ഉപോഷവ്രതം അനുഷ്ഠിച്ച് അതിന്റെ പുണ്യം എനിക്ക് ദാനം ചെയ്യണം. അത് ലഭിച്ചാൽ എനിക്ക് സ്വർഗം പോകാൻ കഴിയുമല്ലോ. ഇത്രയും പറഞ്ഞവരെ അനുഗ്രഹിച്ചിട്ട് ആ യക്ഷൻ മറഞ്ഞു. ബ്രാഹ്മണ യുവാക്കൾ വീട്ടിൽ മടങ്ങിയെത്തി വിവരങ്ങളെല്ലാം മാതാപിതാക്കളെ അറിയിച്ചു. തുടർന്ന് അവരിരുവരും ഉപോഷവ്രതം അനുഷ്ഠിച്ചു. ആ സമയം യക്ഷൻ അവിടെ എത്തി പ്രകാരം പറഞ്ഞു: നിങ്ങളുടെ സഹായത്താൽ എനിക്ക് ദിവ്യത്വം ലഭിച്ചിരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ അനുഗ്രഹങ്ങൾ. യക്ഷൻ ഇപ്രകാരം പറഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് പോയി. നല്ല ചിന്തയുള്ളവർക്കും സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഇപ്രകാരം ഈശ്വരാധീനവും സൽഫലങ്ങളും ഉണ്ടാവും. വസന്തകൻ ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തിയപ്പോൾ ശക്തിയശസ്സിനെ ലഭിക്കാനുള്ള കാലവിളംബത്തിൽ വിഷണ്ണനായിരുന്ന നരവാഹനദത്തൻ അതിൽ നിന്നും മോചിതനായി സന്തുഷ്ടനായി തീർന്നു. തുടർന്ന് എല്ലാവരും ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു. വീണ്ടും ഒത്തുചേർന്നപ്പോൾ ഗോമുഖൻ ഒരു കഥ പറയാൻ തുടങ്ങി. ഗോമുഖൻ കഥയുടെ ഭണ്ഡാരാണ്. വാനരനും ശിശുമാരനും. പണ്ട് വലിയ മുഖൻ എന്നൊരു വാനരൻ നദീതീരത്തുള്ള ഒരത്തിമരത്തിൽ ഒറ്റക്ക് താമസിച്ചിരുന്നു. ഒരു ദിവസം അവൻ അത്തിപ്പഴം തിന്നുകൊണ്ടിരിക്കെ താഴെ നദിയിൽ ശിശുമാരൻ എന്ന മുതലയെ കണ്ടു. കുറെ അത്തിപ്പഴം പറിച്ചവൻ മുതലെ കിട്ടുകൊടുത്തു. മുതല അതെല്ലാം സ്വാദോടെ ഭക്ഷിച്ചു. അങ്ങനെ അവർ ചങ്ങാതിമാരായി. എന്നും പുലരുമ്പോൾ തന്നെ ശിശുമാരനെത്തും. വലിയ മുഖൻ പഴങ്ങൾ പറിച്ചു കൊടുക്കും. പിന്നെ അവർ പഴങ്കഥകളും നാട്ടുവർത്തമാനങ്ങളും പറഞ്ഞ് അന്തിയാവോളം സമയം പോക്കും. ഭർത്താവ് പകൽ മുഴുവൻ ഒരു കുരങ്ങനുമായി സമയം ചെലവഴിക്കുന്നത് ശിശുമാരന്റെ ഭാര്യക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ. വാനരന്റെ കഥ കഴിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. ഒരു രാത്രി അവൾ ഉറക്കെ കരയാൻ തുടങ്ങി. തനിക്ക് വയറുവേദനയാണെന്നും പ്രതിവിധിയെ മുതല വൈദ്യൻ നിർദ്ദേശിച്ചത് ഒരു കുരങ്ങന്റെ കരൾ ഭക്ഷിക്കാനാണെന്നും അവൾ ഭർത്താവിനോട് പറഞ്ഞു. മുതലയ്ക്ക് ചങ്ങാതിയെ ഒരു കുരങ്ങനല്ലാതെ മറ്റൊരു കുരങ്ങനെ അറിയില്ലല്ലോ. ചങ്ങാതിയെ ചതിക്കുന്നത് ശരിയാണോ? ചങ്ങാതിയേക്കാൾ തനിക്ക് വലുത് തന്റെ ഭാര്യയല്ലേ. ഒരു വലിയ മുഖനെ വഞ്ചിക്കാൻ തന്നെ ശിശുമാരൻ ഉറപ്പിച്ചു. തന്റെ ഭാര്യ കുറ്റ സുഹൃത്തിനെ കാണാനും സൽക്കരിക്കാനും ആഗ്രഹമുണ്ടെന്ന് വ്യാജം പറഞ്ഞ് പിറ്റേന്ന് അയാൾ വലിയ മുഖനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ചതിയറിയാത്ത പാവം കുരങ്ങൻ ക്ഷണം സ്വീകരിച്ച് മുതലയുടെ പുറത്ത് കയറിയിരുന്നു. നദീമധ്യത്തിലെത്തിയപ്പോൾ കുറ്റബോധം കൊണ്ട് മുതല തന്റെ ഉദ്ദേശം എന്തെന്ന് കുരങ്ങനോട് വ്യക്തമാക്കി. തന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണെന്നറിഞ്ഞു പേടിച്ചുപോയി. എന്നാൽ അത് ഭാവിക്കാതെ വലിയ മുഖം പറഞ്ഞു: തന്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള എൻ്റെ കരൾ തരാൻ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. പക്ഷെ താനിതെന്താ നേരത്തെ പറയാഞ്ഞത്? ഞാൻ കരൾ അത്തിമരത്തിലെ പൊത്തിലാണ് സൂക്ഷിക്കാറ്. എൻ്റെ അമ്മട, അത് എടുക്കാൻ താൻ പറഞ്ഞില്ലല്ലോ. ഇനി എന്താ ചെയ്യുക? മടങ്ങിപ്പോകാല്ലേ? കരളില്ലാതെ അങ്ങോട്ട് ചെന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് കേട്ട് വിഡ്ഢിയായ മുതല വിശ്വസിച്ചു. അവൻ തിരികെ നീന്തി ആറ്റുതീരത്തെത്തിയതും കുരങ്ങൻ ചാടി അത്തിമരത്തിൽ കയറി. എടാ നീരാ, അടുത്ത സുഹൃത്തിനെ ചതിച്ചു കൊല്ലാൻ മടിക്കാത്ത നീ അത്ര ദുഷ്ടനാണ്. മതി, ഇനി നീയുമായുള്ള സൗഹൃദം ഇവിടെ വെച്ച് ഞാൻ അവസാനിപ്പിച്ചിരിക്കുന്നു. നീ ഒരു കഴുതയുടെ കഥ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ നാളെ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് ആ കഥ നാളത്തേക്ക് നീട്ടിവെച്ചു. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.